എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും എങ്ങനെ ബെറ്ററായി പെർഫോം ചെയ്യിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ വിഷയം. സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം നിങ്ങൾ ചെയ്തോളൂ. ഞാൻ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. സ്റ്റൊമക്ക്, നിങ്ങളുടെ വയറിനെയും അബ്ഡോമിനെയും നിങ്ങളുടെ കൈകൾ കൊണ്ട് ഒരു ദിവസം 5 മുതൽ 10 മിനിറ്റ് വരെ സമയം മസാജ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ദഹന പ്രക്രിയയും വയറിൻ്റെ പൊതുവെയുള്ള ആരോഗ്യവും മെച്ചപ്പെടും. കൂടാതെ അസിഡിറ്റിയും കുറയും. നിങ്ങളാവുന്ന രീതിയിൽ പാട്ടുകൾ പാടുന്നത്, ഉറക്കെ ശബ്ദത്തിൽ പാട്ടുകൾ പാടുന്നത് നിങ്ങളുടെ ലങ്സിനെ നല്ല രീതിയിൽ ആരോഗ്യകരമായി കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും. കൂടെ സിഗരറ്റും പുകവലിയും മദ്യപാനവും എല്ലാം ഒഴിവാക്കണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം അതെന്തായാലും നിങ്ങൾ പാലിക്കണം. പാട്ട് തുറന്നു പാടുന്നത് നിങ്ങളുടെ ലങ്സിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കും. നടക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുവാൻ സഹായിക്കും. കൂടാതെ ലിവർ ഫങ്ഷൻ ബെറ്റർ ആക്കുവാനും സഹായിക്കും, മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. അതുമാത്രമല്ല, ഹൃദയത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ തലച്ചോറിലെ പോലെയുള്ള മറ്റ് പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങൾക്കും വാക്കിംഗ്, നടത്തം, വ്യായാമം വളരെയധികം ഗുണകരമാണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പല്ലുകൾ നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുന്നതും പല്ലുകളിൽ മസാജ് ചെയ്യുന്നതും മുളകളിൽ മസാജ് ചെയ്യുന്നതുമെല്ലാം നിങ്ങളുടെ വായയുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നു, പല്ലുകളുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നു. കാലുകളുടെ വിരലുകളിൽ ഉയർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ കിഡ്നി ഫങ്ഷനെ ബെറ്റർ ആക്കുവാൻ സഹായിക്കുന്നു. കിഡ്നികളിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുതൽ വരുവാൻ സഹായിക്കുന്നു. കാലുകളുടെ വിരലുകളിൽ മാത്രം ഉയർന്ന് നിൽക്കുക. 2-3 മിനിറ്റ് നിന്ന് വീണ്ടും താഴേക്ക് വരിക, കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും നിൽക്കുക. അങ്ങനെ ചെയ്യാം. ഫോക്കസ് വർദ്ധിപ്പിക്കുവാനും സ്ട്രെസ് കുറയ്ക്കുവാനും ബ്രെയിനിൻ്റെ ഫങ്ഷൻ മെച്ചപ്പെടുത്തുവാനും മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും വളരെയധികം സഹായിക്കും. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും കാൽഷ്യം നല്ല രീതിയിൽ ശരീരത്തിൽ സംക്രമിക്കുവാനും സൺലൈറ്റ്, സൂര്യപ്രകാശം നമ്മളെ സഹായിക്കും, നമ്മുടെ ശരീരത്തെ സഹായിക്കും. എല്ലാ ദിവസവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തെയും ഓക്സിജൻ ഫ്ലോയിനെയും കൂടാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിനെയും സംരക്ഷിക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് സഹായിക്കും. ഡീപ്പ് ബ്രീത്തിങ് നിങ്ങളുടെ സർക്കുലേഷൻ കൂട്ടുന്നു, ഹൃദയത്തിൻ്റെ വർക്കിംഗ് ഒരല്പം സ്ട്രോങ് ആക്കുന്നു, ഹൃദയം സ്ട്രോങ് ആവുന്നു. ഇടയ്ക്കിടെ ദൂരെയുള്ള പോയിന്റിലേക്ക് നോക്കുന്നത് വഴി നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. കൂടെ കണ്ണുകൾ ഇറുക്കി അടച്ച് തുറക്കുന്നതും നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. മൊബൈൽ ഫോണും അതേപോലെ ടാബ്ലറ്റുമെല്ലാം ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയും വേണം. അതും അതിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങളുടെ ശരീരത്തിൻ്റെ മധ്യഭാഗം, അതായത് ഈ ഇടുപ്പിൻ്റെ ഭാഗം റൊട്ടേറ്റ് ചെയ്യുക വഴി, ട്വിസ്റ്റ് ചെയ്യുക വഴി നിങ്ങളുടെ ഇൻറ്റസ്റ്റൈൻ, അതായത് ചെറുകുടലും വൻകുടലും ബവൽ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ലാട്രിനിൽ പോവുവാനും ബ്ലോട്ടിംഗ് കുറയ്ക്കുവാനുമെല്ലാം നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ മധ്യഭാഗം ട്വിസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക എല്ലാ ദിവസവും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. സ്ട്രെസ്, ആങ്സൈറ്റി, OCD, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് എന്നിവ നിങ്ങൾക്ക് സ്വയം ചികിത്സിക്കുവാൻ തക്കവണ്ണമുള്ള CBTയുടെ സ്വയം സഹായ പുസ്തകം ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പികൾ ആമസോൺ ലിങ്കിൽ ലഭ്യമാണ്. ആ ആമസോൺ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി.